ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സർക്കാരുമായി കടുത്ത പോരിലാണെങ്കിലും നയപ്രഖ്യാപനം എന്ന ഭരണഘടനാ ഉത്തരവാദിത്തം നിറവേറ്റുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്രത്തിനെതിരെ പ്രസംഗത്തിലുള്ള വിമർശനങ്ങൾ അതേപടി വായിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ഇന്നു മുതൽ മാർച്ച് 27 വരെയുള്ള 32 ദിവസമാണ് സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. 5-ാം തീയതിയാണ് ബജറ്റ്. വി അരുൺ ചേരുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് നയപ്രഖ്യാപനം സഭയിൽ അവതരിപ്പിക്കുമ്പോൾ വളരെ കൗതുകവും ആകാംക്ഷയും നിറഞ്ഞ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. തന്റെ ഉത്തരവാദിത്വം താൻ നിർവഹിക്കുന്നു എന്ന് ഗവർണർ പറഞ്ഞു. ഒപ്പം കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ വായിക്കുമോ എന്നൊക്കെയുള്ള നമുക്ക് നോക്കിക്കാണണം. എന്താണ് പ്രതീക്ഷിക്കുന്നത്? അശ്വതി, നയപ്രഖ്യാപന പ്രസംഗം എല്ലാ വർഷവും സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയാണ് ഗവർണർ. കഴിഞ്ഞ 2-3 വർഷമായി അങ്ങനെയാണ് ഗവർണറുടെ നീക്കങ്ങൾ. പക്ഷേ ഇത്തവണ സർക്കാരുമായി ഒരുപക്ഷെ ആരിഫ് ഖാൻ സംസ്ഥാനത്ത് വന്ന ശേഷമുള്ള ഏറ്റവും ശക്തമായ പോരാണ് സംസ്ഥാനത്ത് സർക്കാരും ഗവർണറുമായി ഉള്ളത്. പക്ഷേ അതൊന്നും ആ ഒരു പോരൊന്നും ഇതിനെ പ്രതിഫലിക്കാതെ വളരെ സർക്കാർ അയച്ച നയപ്രഖ്യാപന പ്രസംഗം അതേപടി ഒപ്പിട്ട് മടക്കുകയായിരുന്നു ഗവർണർ ചെയ്തത്. സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം ഒരു വിശദീകരണം പോലും ചോദിക്കാതെ അംഗീകരിക്കുകയായിരുന്നു. കേന്ദ്ര വിമർശനങ്ങൾ അതിലുണ്ട്, രൂക്ഷമായ വിമർശനങ്ങൾ കേന്ദ്രത്തിനെതിരെ ഉണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. നയപ്രഖ്യാപന പ്രസംഗം സർക്കാരിന് വേണ്ടി നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കുക തൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്, അത് നിർവഹിക്കും എന്ന് തന്നെയാണ് ഗവർണറുടെ നിലപാട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ആകാംക്ഷ ഉണ്ടാക്കുന്നത്, സംസ്ഥാനത്ത് ഗവർണർ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് നിരന്തരം പറയുന്ന മുഖ്യമന്ത്രിയും സർക്കാരും നയപ്രഖ്യാപന പ്രസംഗത്തിൽ അത്തരം പരാമർശങ്ങൾ ഗവർണർക്കെതിരെ, പ്രത്യേകിച്ചും സർവകലാശാലയുടെ ഭരണത്തിൽ ഗവർണർ കൈകടത്തുന്നു, ഗവർണർ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു കത്ത് രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണർ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഒക്കെ ഉന്നയിച്ച സർക്കാരാണ്. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപന പ്രസംഗം സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അത് ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ ഗവർണർ തയ്യാറാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് സർക്കാർ അത്തരത്തിൽ ഗവർണർക്കെതിരായ കടുത്ത പരാമർശങ്ങളൊന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഗവർണർ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ അതേപടി വായിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഒന്നുകിൽ അദ്ദേഹം മുഴുവൻ ഇത് വായിച്ചു പോകാം, അല്ലെങ്കിൽ ആ ഭാഗം ഒഴിവാക്കാം. അതുമല്ലെങ്കിൽ അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗം ഒഴിവാക്കിയ ശേഷം മറ്റത് ബാക്കിയുള്ളത് ടേബിൾ ചെയ്യാം, സഭയിൽ വയ്ക്കാം. അങ്ങനെയെങ്കിലും അത് വായിച്ചാൽ തന്നെ കണക്കാക്കും. ഏതായാലും വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം കൃത്യം 9 മണിക്ക് നിയമസഭയിൽ ആരംഭിക്കും. 8:45 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ എത്തിച്ചേരും. മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് നിയമസഭാ സെക്രട്ടറിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. പ്രതിപക്ഷം നേരത്തെ ഗവർണറെ തടയാനുള്ള ശ്രമമൊക്കെ കഴിഞ്ഞ തവണ നടത്തിയിരുന്നു. ഇത്തവണ അത്തരം പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തും ഉണ്ടാകുമെന്ന് സൂചനയില്ല. പക്ഷേ പ്രതിപക്ഷം സ്വാഭാവികമായും നയപ്രഖ്യാപന പ്രസംഗത്തെ എതിർക്കും. രാഷ്ട്രീയ കേരളത്തിൽ വളരെയധികം ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നിയമസഭാ സമ്മേളനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. 32 ദിവസമാണ് സഭാ സമ്മേളനം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സമ്മേളനം, ബജറ്റ് സമ്മേളനമാണ് ചേരുന്നത്. ഈ ബജറ്റ് സമ്മേളനം സർക്കാരിനുള്ള നിർണായകമാകുന്നത് ഒരു തിരഞ്ഞെടുപ്പ് വർഷത്തിന്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള മാസങ്ങൾ അവതരിപ്പിക്കുന്ന ബജറ്റ് ആയതുകൊണ്ട് തന്നെ പരമാവധി ജനകീയമാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ദുരവസ്ഥയിൽ എന്ത് മാജിക്കാകും KN ബാലഗോപാൽ ഈ ബജറ്റ് ജനകീയമാക്കാൻ കാണിക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. ഏതായാലും നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. രാഷ്ട്രീയ വാദ പ്രതിവാദങ്ങൾക്ക്, ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഈ സമ്മേളനത്തിലും ഒരു കുറവുമുണ്ടാകില്ല. അത്രയധികം വിഷയങ്ങൾ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തിനും, പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തിനും പറയാനുണ്ട്. നവകേരള സദസ്സിൻ്റെ വൻ വിജയം എന്ന അവകാശവാദവുമായാണ് സർക്കാർ സഭയെ അഭിമുഖീകരിക്കുക. പ്രതിപക്ഷം പക്ഷേ അതിനെ പൂർണ്ണമായും തള്ളിക്കളയും. എക്സാലോജിക് വിവാദമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണം മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള CPMൻ്റെ പ്രധാന നേതാക്കളിലേക്ക് അന്വേഷണം എത്തിക്കുന്നു. ആ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സഭാ സമ്മേളനത്തിനാണ് ഇന്ന് രാവിലെ 9 മണിക്ക് തുടക്കം കുറിക്കുക. അശ്വതി, അരുൺ, നമുക്കറിയാം ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു പോര് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെയധികം അങ്ങേയറ്റം അതെത്തിയിരുന്നു. അതിൻ്റെ പ്രകടമായ നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിൽ അവർ രണ്ടുപേരും ഒരു വേദിയിലേക്ക് എത്തിയപ്പോൾ, പ്രത്യേകിച്ച് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേദിയിലേക്കൊക്കെ എത്തിയപ്പോൾ മുഖത്ത് പോലും നോക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറും നിൽക്കുന്നത് നമ്മൾ കണ്ടു ഒരു വേദിയിൽ. അതിനുശേഷം ഗവർണർ നടത്തിയ
ചടങ്ങിൽ ചായ സൽക്കാരത്തിലൊന്നും പങ്കെടുക്കാതെ മുഖ്യമന്ത്രി പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇന്നിപ്പോൾ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഗവർണർ നയപ്രഖ്യാപനത്തിനായി എത്തുമ്പോൾ അത് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ആകാംക്ഷ എല്ലാവർക്കും ഇല്ല, ഏത് രീതിയിലായിരിക്കും ഗവർണർ സഭയിലേക്ക് എത്തുമ്പോൾ എന്നുള്ള കാര്യത്തിൽ. അതുതന്നെയാണ് രാജ്ഭവനിൽ നടന്ന 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും മുഖാമുഖം വരുമ്പോൾ മുഖം വെട്ടിച്ച് മാറ്റുകയായിരുന്നു ഗവർണർ ചെയ്തത്. 2 തവണ മുഖ്യമന്ത്രി ഗവർണറെ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അതും തയ്യാറാകാതെ മുഖം തിരിക്കുകയായിരുന്നു. അത്രയധികം വിദ്വേഷമുണ്ട് 2 നേതാക്കളും 2 ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലെന്ന് വ്യക്തമാക്കുന്ന ഇടപെടലാണെന്ന് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ ചായ സത്കാരം ബഹിഷ്കരിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു. പ്രധാനമന്ത്രി സ്വീകരിക്കാൻ കൊച്ചിയിലെത്തുമ്പോഴും ഗവർണറും മുഖ്യമന്ത്രിയും മുഖാമുഖം നോക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പക്ഷേ ഇന്ന് അങ്ങനെ മുഖാമുഖം നോക്കാതിരിക്കാൻ കഴിയില്ല. നിയമസഭയുടെ ഈ നമ്മൾ നിൽക്കുന്ന ഗേറ്റിന് പിന്നിൽ, ഈ പ്രധാനപ്പെട്ട ഗേറ്റിന് പിന്നിൽ ഗവർണർ വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തെ പൂച്ചെണ്ട് നൽകി സ്വീകരിക്കുകയാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും ചെയ്യുക. അത് അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ മുഖാമുഖം നോക്കാതിരിക്കും? മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഗവർണർ എങ്ങനെ വഴിമാറുന്നടക്കം, പിണക്കം എങ്ങനെ കാണിക്കും? അല്ലെങ്കിൽ ആ പിണക്കം പൂർണ്ണമായും ഒഴിവാക്കിയാകുമ്പോൾ ഇരു നേതാക്കളും സൗഹാർദ്ദ നിമിഷങ്ങൾ പങ്കിടുക എന്നുള്ളതൊക്കെ വളരെ രസകരമായ കൗതുകരമായ രാഷ്ട്രീയ കാഴ്ചയായി മാറുമെന്ന് ഉറപ്പാണ്. സഭയ്ക്കുള്ളിലും ഗവർണർ ഇന്ന് പ്രസംഗം പൂർത്തിയാക്കി അദ്ദേഹത്തെ സുരക്ഷിതമായി മടക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ്. കാരണം പ്രതിപക്ഷം പ്രതിഷേധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, പ്രതിപക്ഷത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാൽ പോലും സർക്കാർ ഗവർണർക്കൊപ്പം നിൽക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ അതായത് സർക്കാരിൻ്റെ നയം പ്രഖ്യാപിക്കാനാണ് ഗവർണർ എത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണ നൽകേണ്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ വരുമ്പോൾ ഈ പിണക്കം എത്രത്തോളം ബാധിക്കും? അത് നമ്മളൊരുപക്ഷെ 2 രാഷ്ട്രീയ നേതാക്കളുടെ പിണക്കമൊക്കെ ഒരു പൊതുവേദിയിൽ കാണുമ്പോൾ പലപ്പോഴും ചിരിച്ചുകൊണ്ട്, കടുത്ത മൊത്തത്തിലുള്ളവർ പോലും ചിരിച്ചുകൊണ്ട് കൈകൊടുത്തും ആശ്ലേഷിച്ചുമൊക്കെ മടങ്ങുന്നതാണ് നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ പണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഗവർണറും മുഖ്യമന്ത്രിയും ഇത്തവണ അത്തരമൊരു ഒരു ബന്ധത്തിലേക്കല്ല പോയത്. തികച്ചും അപ്രതീക്ഷിതമായ ഇടപെടലാണ് 2 നേതാക്കൾ തമ്മിലുണ്ടായത് രാജ്ഭവനിൽ വെച്ച്, പിന്നീട് കൊച്ചിയിൽ വെച്ച്. ഇന്ന് അതിലെന്താണ് സംഭവിക്കുക എന്നതാണ് ഏറ്റവും രാഷ്ട്രീയ കൗതുക കാഴ്ചയായി മാറാൻ പോകുന്നത്. അരുൺ, മറ്റൊന്ന്, ഇന്ന് സഭ ചേരുമ്പോൾ നിരവധി വിഷയങ്ങൾ അവിടേക്ക് വരാനുള്ള സാധ്യതയില്ലേ? പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക ഞെരുക്കം അത് സർക്കാരിനുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് സർക്കാർ തന്നെ പറയുന്നു. ഒപ്പം ഈ കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്കെതിരായി അല്ലെങ്കിൽ കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള സമരത്തിന് UDF-ഉം കോൺഗ്രസും ഒന്നും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഭരണപക്ഷവും അത് ഉയർത്തിക്കാട്ടില്ലേ? അത്തരത്തിലൊരു വാക്തർക്കവും വാക്പോരും പ്രധാനമായും നവകേരള യാത്രക്കിടെ പോലീസിൻ്റെ നീക്കങ്ങൾ അത് വളരെ പക്ഷപാതപരമായിരുന്നു എന്ന രീതിയിലുള്ള വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും സഭയിലേക്ക് ഇന്ന് വരാൻ സാധ്യതയില്ല. അശ്വതി, ഇന്ന് സഭയിലുള്ള ഏക അജണ്ട നയപ്രഖ്യാപന പ്രസംഗമാണ്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച് മടങ്ങും. നയപ്രഖ്യാപന പ്രസംഗത്തിൽ നന്ദിപ്രമേയ ചർച്ച തിങ്കളാഴ്ച ആരംഭിക്കും. അവിടെ മുതലാകും അശ്വതി ചോദിച്ച പോലെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വാഗ്വാദങ്ങൾക്ക് വഴിതിറക്കുക, അവസരമുണ്ടാകുക. ഇന്ന് ഒറ്റ അജണ്ടയിൽ മാത്രമാണ് സഭ ചേരുക. അതിനുശേഷം സഭാ സമ്മേളനം ഇന്നത്തേക്ക് പിരിയും. തിങ്കളാഴ്ച മുതലുള്ള ചർച്ചകളിൽ അത് ഈ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ നന്ദിപ്രമേയ ചർച്ചയിൽ, അതിനുശേഷമുള്ള ബില്ലുകളുടെ അവതരണത്തിൽ ഒക്കെ ഭരണപ്രതിപക്ഷ പോര് സജീവമായി തന്നെ സഭയിലുണ്ടാകും. കേന്ദ്ര സർക്കാരിന്റെ സമരത്തിൽ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്ന വാദം മുഖ്യമന്ത്രിയും സർക്കാരും ഉയർത്തിക്കാട്ടും. സംസ്ഥാനത്തെ സാമ്പത്തിക ദുരവസ്ഥയുടെ കാരണക്കാർ കേന്ദ്രം മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെ പിടിപ്പിക്കണമെന്ന വാദം പ്രതിപക്ഷം ഉന്നയിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എക്സാലോജിക്ക് വിവാദവും മാത്യുക്കുഴൽ നാടുന്നതിനായ നീക്കവും പ്രതിപക്ഷ സമരങ്ങളെ സർക്കാർ കൈകാര്യം ചെയ്ത രീതിയുമൊക്കെ അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളുടെ തുടർച്ചയായ അന്വേഷണ നീക്കങ്ങളുമൊക്കെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും. അതിനെയൊക്കെ നവകേരള സദസ്സിൻ്റെ വിജയം കൊണ്ടും പ്രതിപക്ഷം ഇത്തരത്തിൽ സർക്കാരുമായി സഹകരിക്കേണ്ട കാര്യങ്ങളിൽ പോലും കേരളം ഒന്നായി നിൽക്കേണ്ട ഈ കേന്ദ്ര അവഗണന ഉൾപ്പെടെ വിഷയങ്ങളിൽ പോലും പ്രതിപക്ഷം നിസ്സഹകരിക്കുന്നു എന്ന വാദം ഉയർത്തിയാകും സർക്കാർ പ്രതിരോധിക്കുക. ഏതായാലും 2 പക്ഷങ്ങൾക്കും തിരഞ്ഞെടുപ്പിന് മുമ്പ് തങ്ങളുടെ വാദമുഖങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ അവസരമാണിത്. 32 ദിവസമാണ് സഭാ സമ്മേളനം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷം അവരുടെ രാഷ്ട്രീയ ജാഥ അടുത്ത ആഴ്ച ആരംഭിക്കുന്നു. അവരുടെ രാഷ്ട്രീയ പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷെഡ്യൂളിൽ മാറ്റം വരുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതിന് ചില പുനഃക്രമീകരണം ഒരുപക്ഷെ ഈ സഭാ സമ്മേളനത്തിൻ്റെ കലണ്ടറിൽ ഉണ്ടാകാം. അത് വരും ദിവസങ്ങളിൽ BSc കാര്യോപദേശ സമിതി യോഗം ചേരുമ്പോൾ അത് വ്യക്തമാകും. 32 ദിവസം എന്തായാലും സഭ സമ്മേളിച്ചു പോകാം. തീർച്ചയായും ഇടയ്ക്ക് അവധിയൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഈ 32 ദിവസം എന്ന ദീർഘമായ സഭാ സമ്മേളനം ഉണ്ടാകാൻ സാധ്യതയില്ല. അതൊക്കെ വരും ദിവസങ്ങൾ അറിയാൻ കഴിയും. ഏതായാലും
വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പുള്ള അവസാനത്തെ സെഷനാണ്. രാഷ്ട്രീയമായി പറയേണ്ട കാര്യങ്ങൾ പറയാൻ ഇരു പക്ഷങ്ങൾക്കുമുള്ള അവസാന അവസരമാണ് സഭയ്ക്കുള്ളിൽ. അത് അതേ രീതിയിൽ തന്നെ വിനിയോഗിക്കപ്പെടും. ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെ വാദപ്രതിവാദങ്ങളുടെ വേദിയായി ഈ സഭാ സമ്മേളനം മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി അരുൺ, എന്തായാലും നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് സഭാ നടപടികൾക്ക് തുടക്കം കുറിക്കുക. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.